അല്ല, ബഹുമാന്യായ മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് സഹയാത്രികനുമായ എൻ ശ്രീകുമാർ സാറ് പ്രകടന പത്രികയെക്കുറിച്ച് പറഞ്ഞ ഒരു BD സതീശൻ ടച്ച് ഇതിനുണ്ടെന്നാണ്. അത് ശരിയാണെന്നാണ് ഞാനും പറയുന്നത്. കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും നിഷ്പക്ഷരായി നിൽക്കുന്നത്, അപ്പം ഞാനൊക്കെ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, ഏറ്റവും നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾക്ക് പോലും അറിയാം കേരളത്തിലെ ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഏറ്റവും നുണ പറയുന്ന, പച്ചക്കള്ളം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതകളാണ്. നിരന്തരം നിരവധി വസ്തുതകൾ നിരത്തി, നിരവധി തെളിവുകൾ നിരത്തി നമുക്കിത് സ്ഥാപിക്കാൻ പറ്റും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു BD സതീശൻ ടച്ച് എന്ന് പറഞ്ഞാൽ നുണയുടേതായ ഒരു ടച്ച് ഇതിനകത്തുണ്ട്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലും പ്രയോഗത്തിൽ വരുത്താൻ ബുദ്ധിമുട്ടുള്ള, പിന്നെ അവർ പ്രയോഗത്തിൽ വരുത്തേണ്ടതായിട്ടില്ല. കാരണം അവരൊരിക്കലും UDF ഒരിക്കലും അധികാരത്തിൽ വരില്ല. അത് 100% വസ്തുതയാണ്. അതാണ് വസ്തുത. അപ്പോൾ ഈ പ്രകടന പത്രിക എന്നുള്ള നിലയിൽ അവർക്ക് പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടപ്പിലാക്കേണ്ട ബാധ്യത അവർക്കുണ്ടാവില്ല. കാരണം മൂന്നാമത് LDF അധികാരത്തിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകടന പത്രിക കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അവർക്ക് ജനങ്ങളെ പറ്റിക്കാൻ ഒരു നുണ, മറ്റൊരു നുണ, ഒരു അച്ചടിച്ച ഒരു നുണ എന്നതിനപ്പുറത്തേക്ക് തെലങ്കാനയിലെ മറ്റോ മുഖ്യമന്ത്രിയാണ് വന്ന് ഇത് പ്രകാശനം ചെയ്തത്. അവിടെ തന്നെ പെൻഷൻ കൊടുക്കാൻ ആളുകൾക്ക് പെൻഷൻ പോലും കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോഴാണ് 600 രൂപയുടെ പെൻഷൻ കൊടുക്കാത്തവരാണ് 3000 രൂപയെന്ന് പറയുന്നത്. KSRTയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് സ്ത്രീകളുടെ തൊഴിൽ ഉറപ്പുണ്ടാക്കുകയും അവരുടെ അന്തസ്സ് ഉയർത്തുകയും അവർ സാമ്പത്തികമായി സ്വയം പര്യാപ്തയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പം LDFിൻ്റെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നില്ലേ? സ്ത്രീ ജനസംഖ്യയിൽ 50% വരുന്ന ആളുകൾക്ക് ജോലി സ്ഥിരത ഉറപ്പാക്കുമെന്നാണ് പറയുന്നത്. ചെറിയ കാര്യമാണ്. അപ്പം നിഷാദ് റാവത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, യുവാക്കളുടെ തൊഴിലിനെ സംബന്ധിച്ച്. കേരളത്തിൽ വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ ജോലി ഉറപ്പാക്കും. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കും. ഇതെന്തുകൊണ്ടാണ് അത് പറയുന്നതെന്നറിയാമോ? 10 വർഷത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 99.9% കൃത്യമായി നടപ്പിലാക്കി. കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള ആളുകളുടെ മൈഗ്രേഷൻ തുടങ്ങിയിട്ട് 6 മാസമൊന്നും അല്ലല്ലോ ആയത്, വർഷങ്ങൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നമ്മൾ കാണുന്ന ട്രെൻഡാണ്. എന്നിട്ട് ഈ സർക്കാർ എന്ത് ചെയ്തെന്നുള്ള ക്വസ്റ്റൻ അവിടെ കിടക്കല്ലേ? ഉറപ്പാക്കുമെന്ന് പറയാൻ നിങ്ങൾ ചെയ്തോ? അത് നിങ്ങൾ എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ക്വസ്റ്റൻ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലല്ല, അങ്ങനെയല്ല. കേരളത്തിലേക്ക് തന്നെ വിദേശത്ത് നിന്ന് പോലും കേരളത്തിലേക്ക് ആളുകൾ വന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസവും അതിനുള്ള അന്തരീക്ഷവും ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഘട്ടഘട്ടമായി അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പ്രകടന പത്രിക, ഇപ്പോൾ കോൺഗ്രസിന് തന്നെ ഇങ്ങനെ ഒരു പ്രകടന പത്രിക കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. എന്താ കാരണം അറിയാമോ? കാരണം ഈ 10 വർഷം കൊണ്ട് LDF ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ, മാനിഫെസ്റ്റോയിൽ ഉള്ള കാര്യങ്ങൾ അതിൽ അവർ അന്തം വിട്ടുപോയി. അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണത്. പക്ഷേ ഈ 10 വർഷക്കാലത്ത് LDF ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക അഥവാ മാനിഫെസ്റ്റോ പരിശോധിക്കൂ. പ്രവർത്തിച്ച 99-100% കൂട്ടിക്കോ, 100% കാര്യങ്ങൾ പിന്നെ കൃത്യമായി ചെയ്തിട്ടുള്ള, അതിൻ്റെ പേരിൽ പിന്നെ പ്രകടന പത്രികയിൽ ചെയ്ത കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണിത്. അതൊക്കെ വസ്തുതയല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റാണിത്. അപ്പോൾ ഈ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളെയും താരതമ്യം ചെയ്ത് പഠിക്കാനൊന്നും ഈ ഒരു ഹ്രസ്വമായ സമയം അനുവദിക്കുന്നില്ല. എങ്കിൽ പോലും കോൺഗ്രസിനകത്ത് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല എന്ന വിമർശനം താങ്കൾ ഉന്നയിക്കുകയാണ്. ജോർജ് പൊടിപാറ, ഇപ്പം ഇതിനകത്ത് ആളുകൾ ഒരു ക്രെഡിബിലിറ്റി, ജോർജ് പൊടിപാറ, ആളുകൾ ഇതിൽ ഏതിനാണ് ക്രെഡിബിലിറ്റിയുടെ ഒരു ആനുകൂല്യം കൊടുക്കുക എന്നൊരു ക്വസ്റ്റൻ അവിടെ ഉണ്ട്.